ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ചെടിയാണ് ഓക്സാലിസ്. ഓക്സാലിസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്കെല്ലാം വളരെ സുപരിചിതമായൊരു പേരാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് എല്ലാ നഴ്സറിയിലും എല്ലാ വീടുകളിലും ഉള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സാണ്. ട്രൈഫോളിയേറ്റ് ലീവ്സാണ്. ഇതിൽ എനിക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ലീവ്സ് വിത്ത് ഒരു ലൈറ്റ് പിങ്ക് മാർക്കിങ്സും അതിനകത്തുണ്ട്. ഇതിൻ്റെ ഈ ലീഫിലെ പാറ്റേൺസും കാര്യങ്ങളും പലയിടത്തും പല രീതിയിൽ നമുക്ക് കാണാം. പിന്നെ ഫ്ലവർ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയുള്ള വെറൈറ്റി ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. പക്ഷെ നമുക്ക് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് ഉള്ളതും കാണാം. അത് കുറച്ചും കൂടി കാണാൻ ഭംഗിയാണ്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിലെ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അത് കംപ്ലീറ്റ്ലി ഗ്രീനാണ്. വേറെ പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും ലീവ്സിലില്ല. ഇതിപ്പോൾ ഇത്തിരി കുറവാണ് എൻ്റെ കയ്യിൽ പ്ലാന്റ്. പിന്നെ ഇത് എന്താ പറയുക, കൂടുതലും ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു ചെടിയാണിത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം. ഡ്രെയിനേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോയിൽ, ഒരു പോട്ടി മിക്സ് ഇതിന് ആപ്റ്റായിരിക്കും. ഇതിന് നമുക്ക് ഒത്തിരി വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില പ്ലാന്റ്സ് ഒരു ഡോർമൻസി പീരീഡ് കാണിക്കാറുണ്ട്. ആ സമയത്ത് ഇത് ബൾബ്സായിട്ട് സോയിലിനകത്ത് തന്നെ റെസ്റ്റ് ചെയ്യും. പിന്നെ അത് സ്പ്രൗട്ട് ചെയ്തോളും. ഇതാണ് എൻ്റെ കയ്യിലുള്ള വേറൊരു വെറൈറ്റി. അത് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഇതിൻ്റെ ബൾബ്സ് മേടിച്ചിട്ട് നമ്മൾ വെറുതെ സോയിലിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ലീഫ് ഭയങ്കര അട്രാക്റ്റീവാണ്. വിത്ത് ഒരു മെറൂൺ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ ഷെയ്ഡ് നടുക്ക് വന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു ഗ്രീൻ കളർ വരുന്നതാണ് ആ അയൺ ക്രോസിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 3 വെറൈറ്റിയാണ് എനിക്കുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബൾബ്സ്, അതാണിത്. ഈ ബൾബ്സാണ് നമ്മളതിൻ്റെ പ്രൊപ്പഗേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. താങ്ക് യു.